പിന്നെ ഒരു കാര്യം, ഞാൻ ഇവന്റെ കൂടെ ഒരു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം അതൊന്ന് മാറ്റി ചെങ്ങായി, രണ്ടും മാറ്റി വീഡിയോ എടുക്കുന്നത് കണ്ടൂടെ? ഇവന് വന്നതല്ല കേട്ടോ, സലീമിന് വന്നതാ. അതുകൂടെ കാണിച്ചു കൊടുക്ക്. സലീമില്ലാന്ന് അറിയോ? സലീമിന് വന്ന ഇതാട്ടോ. അപ്പൊ ഞാൻ ഇവന്റെ കൂടെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. തലേ തട്ടിട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട്, ഒന്ന് നല്ലോണം നിൽക്കുക, ഇങ്ങനെ പിടിച്ചിട്ട്. അപ്പം പലരുടെയും കമന്റ് ഞാൻ കണ്ടു, സ്വാമിമാര് അവർക്കൊക്കെ ആങ്ങളാരുണ്ടോ അല്ലെ, ആങ്ങളാരുള്ളപ്പം ആങ്ങളാര് സ്വാമിയായാൽ അവരെ തൊടാൻ പാടില്ലോലും. തൊട്ടപ്പോ എന്തോ ആയോ? ഹലോ ഗൈസ്, ഇതാരാന്നറിയണ്ടേ? ഇതാണ് നമ്മളെ ജസ്ന സലീമും അരുണാട്ടനും. അപ്പം അവളാ വീഡിയോയിൽ പറയുന്ന കേട്ടോ, അയ്യപ്പനായ അരുണാട്ടനെ ചേർത്ത് പിടിച്ചാൽ എന്തായാലും ഇവളിങ്ങനെ വേണ്ടാത്ത കാര്യത്തിൻ്റെ വീഡിയോ ചെയ്യും, വേണ്ടാത്ത കാര്യം ചെയ്തിട്ടേ വീഡിയോ ചെയ്യും. അങ്ങനെ പറയുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പം ഇവളൊരു മുസ്ലിമായ ഒരു പെണ്ണ് ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അതിൻ്റെ മുറ്റത്ത് നിന്നിട്ട് റീൽസ് എടുക്കുന്നു. ഇപ്പം ഒരു സ്വാമിയായ ഒരു അരുണാട്ടനെ ഇവൾ ചേർത്ത് പിടിക്കുന്നു. ഇവൾ മുസ്ലിമല്ലേ എന്നാൽ ഇവളാണ് ചേർത്ത് പിടിക്കുക. എല്ലാം ഇങ്ങനെ വിരുദ്ധമായ പരിപാടി മാത്രമേ ഇവൾ ചെയ്യുള്ളൂ. എന്നിട്ടത് പബ്ലിക്കായിട്ട് ഇങ്ങനെ യൂട്യൂബിലിട്ടിട്ട് എല്ലാവരും കാണിക്കും. എന്നിട്ട് അതിന് 100,000 കമൻറ്റ് വരുമ്പോൾ അതിന് ചെല്ലിയിട്ട് ഇവൾ പ്രതികരിക്കും. ഇതാണ് ഇവളെ സ്ഥിരം സൂക്ക്. മീൻ വെക്കുന്നല്ല, ഇവനെ തൊട്ടു എന്ന് വെച്ചിട്ട് എനിക്ക് ശരീരശുദ്ധി ഉണ്ടെങ്കിൽ എനിക്ക് തൊടുന്നതിനൊരു വിരോധമില്ല. സാധാരണ ശരീരശുദ്ധി ഉണ്ടായിട്ടോ ഇല്ലാത്തത് കൊണ്ടല്ല ആങ്ങളാറെ കെട്ടിപ്പിടിക്കുന്നു. കാരണം അവരൊരു വ്രതം എടുത്തു കഴിഞ്ഞാൽ ആ ഒരു അതിൻ്റെ ചടങ്ങ് പോലെ തന്നെ അവരങ്ങ് ഒഴിവാക്കാം. ഇപ്പം അവരൊരു 40 ദിവസം വ്രതം എടുക്കുന്നെങ്കിൽ ഇപ്പം ഒരു ഭാര്യ ഉണ്ടെങ്കിൽ ഒരു ഭാര്യ ഭർത്ത് ബന്ധം വരെ ഉണ്ടാവില്ല അല്ലേ? ഇപ്പം നീ അതങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഇപ്പം നീ അത് ചെയ്ത് കാണിക്കുക. കാരണം ചേർത്ത് പിടിക്കൽ ഇതാക്കുക. ഒരാങ്ങളെയും ഒരു പെങ്ങന്മാരും ഇങ്ങനെ പബ്ലിക്കായിട്ടൊന്നും ചേർത്ത് പിടിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ആങ്ങളെയും പെങ്ങളും യഥാർത്ഥത്തിൽ ആങ്ങളെയും പെങ്ങളാണെങ്കിൽ ഇങ്ങനൊരു ചേർത്ത് പിടി ഉണ്ടാവില്ല. ഇത് നിങ്ങൾ ഉണ്ടാക്കിയ ആങ്ങളെയും പെങ്ങളായതുകൊണ്ടാണ് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നീ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാം. ഇവനെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പനെ ചേർത്ത് പിടിച്ചത് ഗുണം തന്നെയാണെന്നുള്ളത് എനിക്കറിയാം. അയ്യപ്പനെ നമ്മൾ ചേർത്ത് പിടിക്കുന്നത് സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവ് കൊണ്ടുമാണ്. ഇത് എനിക്ക് ആദ്യമായിട്ടുള്ളൊരറിവാണ്. കാരണം ഒരു മാലയിട്ട ഒരു മനുഷ്യനെ കെട്ടിപ്പിടിച്ചാൽ അയ്യപ്പനെ കെട്ടിപ്പിടിച്ച പോലെയാണ് സുഖം. ഇപ്പം ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ പിന്നെ അവളെ പറഞ്ഞ വർത്താനം, അവളെ ചേർത്ത് പിടിക്കുന്ന അയ്യപ്പനെ വേണം. ഇവക്ക് അയ്യപ്പനെയും കൃഷ്ണനെയും ഇതെല്ലാം ഇവക്ക് ഏറെ ഇഷ്ടം. പിന്നെ പറഞ്ഞു കുരിശ്, കൃഷ്ണനുണ്ട് എൻ്റെ കഴുത്തിൽ കുരിശുണ്ട്. നീ എന്നെ ഇപ്പോൾ ഒരു കുരിശാ, നാടിനും നാട്ടുകാർക്കും ഒരു കുരിശാ നീ. ഇപ്പം കഴുത്തിൽ തന്നെ കുരിശിട്ട് നടക്കേണ്ട ഒരാവശ്യമില്ല. അല്ലാതെ വേറെ രീതിയിലല്ല. അയ്യപ്പം എന്നല്ല ഒരു ദൈവത്തെയും നമ്മൾ ചേർത്ത് പിടിക്കുക. കൃഷ്ണൻ എൻ്റെ കഴുത്തിലുണ്ട്, കുരിശ് എൻ്റെ കഴുത്തിലുണ്ട്. ഞാൻ വേറെ അർത്ഥത്തിലാണോ? അവൻ എനിക്ക് ആരും ആയിക്കോട്ടെ, എൻ്റെ മൂത്താപ്പാൻ്റെ ഇളയപ്പാൻ്റെ മോളെ മോൻ്റെ അളിയൻ്റെ മറ്റോൻ്റെ മോൻ്റെ ഏത് ബന്ധു ആയിക്കോട്ടെ. പക്ഷെ ഏത് ബന്ധമായാലും നീ ഒരാങ്ങളെ സ്ഥാനത്ത് അവനെ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിട്ട് കെട്ടിപ്പിടിച്ച് വീഡിയോ ആക്കിയിട്ട് പോസ്റ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. അപ്പം നീ ആ കെട്ടിപ്പിടിച്ച് വീഡിയോ ആക്കി ഫോട്ടോ ഇടുമ്പം എന്താണ് നിൻ്റെ മനസ്സിലുള്ളതെന്ന് എല്ലാവർക്കും മനസ്സിലാവും കേട്ടോ. ആരും തീട്ടല്ല തിന്നുന്നു, ചോറ് തന്നെ തിന്നുന്നു.